Hello everyone, welcome back to another video in this series 100 Phases for Reading Newspapers. ഇതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡ് തമ്മിൽ ചെറിയൊരു ഡിലേ വന്നു. ഒരുപാട് സാങ്കേതിക പ്രയാസങ്ങളുണ്ടായി. പ്രധാനമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. ഒരു കാലിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അതെല്ലാം പരിഹരിച്ചു വന്നപ്പോഴേക്കും അടുത്ത കാലിന് പ്രശ്നമായി. അതായത് നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അത് രണ്ടും സോൾവ് ചെയ്ത് വന്നപ്പോഴേക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ട്. ഈ ലൈറ്റിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ കണ്ണ് ചെറിയ ഒരു വേദനയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി തൽക്കാലം ഒരു സ്പെക്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് സെഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫ്രേസസ് ആയിരിക്കാം. നോക്കാൻ സമയം കളയുന്നില്ല. നാഗമംഗല ഇൻസിഡന്റ് ഹാപ്പൻഡ് ഓൺ സ്പെർ ഓഫ് മൊമെന്റ്, നോട്ട് കമ്മ്യൂണൽ വയലൻസ്, സേസ് കർണാടക ഹോം മിനിസ്റ്റർ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ്. ഓൺ സ്പെർ ഓഫ് മൊമെന്റ് എന്ന് പറയുന്ന ഒരു ശൈലിയാണ് ഇത്. ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ് എന്ന് പറഞ്ഞ ശൈലിയുണ്ട്. അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ ഈ 100 ഫ്രേസസിനകത്ത് വരുന്ന ഫ്രേസാണ്. അതേ മീനിങ്ങിൽ വരുന്നത് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ് എന്ന് പറയുന്ന അതേ മീനിങ് ആണ് ഓൺ സ്പെർ ഓഫ് മൊമെന്റ് എന്ന് പറയുന്ന ഈ വാക്കിനുള്ളത്. അപ്പൊ ഇത് സാധാരണ വാർത്തകൾ കണ്ടുവരുന്നതാണ്. നാഗമംഗല ഇൻസിഡന്റ് ഹാപ്പൻഡ് ഓൺ സ്പെർ ഓഫ് മൊമെന്റ്, നോട്ട് കമ്മ്യൂണൽ വയലൻസ്, സേസ് കർണാടക ഹോം മിനിസ്റ്റർ. അപ്പോൾ കർണാടക ആഭ്യന്തരമന്ത്രി ഹോം മിനിസ്റ്റർ എന്താ പറയുന്നത്? ഈ നാഗമംഗലത്ത് നടന്നുള്ള സംഭവം അത് ഒരു കമ്മ്യൂണൽ വയലൻസ് അല്ല, ഒരു വർഗീയ കലാപമല്ല. അതൊരു ഓൾ സ്പെർ ഓഫ് മൊമെന്റിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. വളരെ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങൾക്കാണ് പെട്ടെന്നുണ്ടായ എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് ഓൺ സ്പെർ ഓഫ് മൊമെന്റ് എന്ന് പറയുന്ന വേർഡ് എന്ന ശൈലി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഓൺ ദി സ്പെർ ഓഫ് ദി മൊമെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്നുള്ള തൽക്ഷണം, മുൻകൂട്ടി ആലോചിക്കാതെ എന്നൊക്കെ നമുക്ക് ഇതിന് അർത്ഥം പറയാൻ സാധിക്കും. ഓൺ ദി സ്പെർ ഓഫ് ദി മൊമെന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നോട്ടിലേക്ക് ഫ്രേസസ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവുമല്ലോ. ആ നോട്ടിലേക്ക് ഇതുകൂടി ആഡ് ചെയ്യാം. ഓൺ ദി സ്പെർ ഓഫ് ദി മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള അല്ലെങ്കിൽ തൽക്ഷണമായി സംഭവിക്കുന്ന, മുൻകൂട്ടി ആലോചിക്കാതെ സംഭവിക്കുന്ന. ഓക്കെ, 1-2 ഹെഡ്ലൈൻസ് കൂടെ നമുക്ക് നോക്കാം. ദ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് സ്പെർ ഓഫ് ദി മൊമെന്റ് ക്രൈംസ് കനോട്ട് ബി പ്രിവെന്റഡ്, സേ പോലീസ് ഓഫീസേഴ്സ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയാണ് സ്പെർ ഓഫ് ദി മൊമെന്റ് ക്രൈംസ് കനോട്ട് ബി പ്രിവെന്റഡ്. തടയാൻ പറ്റില്ല. എന്ത് തടയാൻ പറ്റില്ല? സ്പെർ ഓഫ് ദി മൊമെന്റ് ക്രൈംസ്, പെട്ടെന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ സാധിക്കുന്നില്ല, തടയാൻ പറ്റില്ല. പെട്ടെന്നുള്ള കുറ്റകൃത്യങ്ങൾ, സ്പെർ ഓഫ് ദി മൊമെന്റ് ക്രൈംസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹൈഫൺ ഇട്ടുകൊണ്ട് ഹൈഫനേറ്റഡ് ആയിട്ട് ഈ വേർഡ് യൂസ് ചെയ്യാറുണ്ട്. നിർബന്ധമൊന്നുമില്ല ഹൈഫൺ എഴുതണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്പെർ ഓഫ് ദി മൊമെന്റ് ഡിസിഷൻ. ദ എക്സ്പ്രസ് ട്രിബ്യൂൺ എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആണിത്. ഈ വാർത്തയുടെ ഒരു ഹെഡ്ലൈൻ ആണിത്. സ്പെർ ഓഫ് ദി മൊമെന്റ് ഡിസിഷൻ. എന്തായിരിക്കും അതിന്റെ മലയാളം? പെട്ടെന്നുള്ള തീരുമാനം. അത്രയല്ലേ ഉള്ളൂ. ഈ സ്പെർ ഓഫ് ദി മൊമെന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ഫ്രേസ്. ബിഫോർ ദാറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. ഈ കോഴ്സ് ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. ഇതൊരു 6 മന്തോളം വരുന്ന ഒരു കിടിലൻ കോഴ്സാണ്. ഇതുപോലെ ഈ കോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷിൽ പത്രം വായിക്കാനും പുസ്തകം വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അതായത് നമ്മൾ കേവലം ഒരു ബേസിക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷ് നന്നായി യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് എഫർട്ട്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് നമുക്ക് അടുത്തൊരു റേഞ്ചിലേക്ക് ഒരു ഭാഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ബേസ് ഇംഗ്ലീഷ് അല്ല, മറിച്ച് ബേസ് മുതൽ അഡ്വാൻസ് വരെ ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ഇംഗ്ലീഷിനെ ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത്ര അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങളുടെ ഭാഷ ഉയർത്താൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാഹിത്യകൃതി, ഒരു ലിറ്റററി വർക്ക് വായിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനും, ഒരു നേറ്റീവ് സ്പീക്കേഴ്സിനോട്, ഒരു അഡ്വാൻസ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളോട് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാനും, ഒരു സ്റ്റേജിൽ കയറി ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും ഡിബേറ്റ് നടത്താനൊക്കെ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി ഉണ്ടാവണം. ഇംഗ്ലീഷ് മാസ്റ്ററി ഉണ്ടാവാനുള്ള ഒരു സെഷനാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 4 പ്രിന്റഡ് കിട്ടിലൻ സ്റ്റഡി നോട്ട്സ് കൂടി നിങ്ങൾക്ക് അയച്ചു തരും. ഇതന്നെ ഏകദേശം നല്ല വില വരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ വിലയ്ക്ക് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കാം. താല്പര്യമുള്ള ആൾക്കാരെ ചെയ്യാം. ഇതൊരു
എന്താ പറയുക, വളരെയധികം പ്രധാനപ്പെട്ട വളരെ യുണീക്ക് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഈ നമ്പറിലേക്ക് ഇപ്പം തന്നെ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ. അപ്പോൾ അവിടെ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഓക്കെ, എനിവേ വെൽക്കം എവരി വൺ ഓഫ് യു ടു ദിസ് കോഴ്സ്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ ദി സെഷൻ. അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് എന്ന് പറയുന്ന ഫ്രേസാണ്. ഓക്കെ, reward scheme for tip-offs on ways dumping evokes enthusiastic response. എന്താണ് ഈ വാർത്ത പറയുന്നത്? ഇവിടെ ടിപ്പ് ഓഫ് എന്ന് പറയുന്ന ഈ ശരീര അർത്ഥം അല്ലെങ്കിൽ നമുക്ക് ഈ വാർത്ത മനസ്സിലാവില്ല. അപ്പം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കൂടുതലും ഫ്രേസുകൾ കൂടിയതാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഫ്രേസസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സിനകത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതൊരു പ്രാക്ടീസ് സെഷനാണ്, വെറും ഒരു കുറേ വീഡിയോസ് തരുന്ന പരിപാടിയല്ല. നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ലൈഫ് ഇൻട്രാക്റ്റീവ് സെഷനാണ്. അപ്പോൾ ആ കോഴ്സിലൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ നോക്കിയേ, റിവാർഡ് സ്കീം ഫോർ ടിപ്പ് ഓഫ് ഓൺ വേസ് ഡംപിംഗ് ഇവോക്സ് എന്തൂസിയാസ്റ്റിക് റെസ്പോൺസ്. ഇവിടെ പറയുന്നത് ഒരു വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട്. എന്ത്? ഇവോക്ക് എന്തൂസിയാസ്റ്റിക് റെസ്പോൺസ്, ആവേശകരമായിട്ടുള്ള പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട്. അതായത് വേസ്റ്റ് ഡംപിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് മാലിന്യം എന്താ പറയുക ഡംപ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാലിന്യം എങ്ങനെ കൂട്ടിയിടുന്നതുമായി ബന്ധപ്പെട്ട് ടിപ്പ് ഓഫ് രഹസ്യ സൂചന നൽകുന്നതിന് റിവാർഡ് സ്കീം, പ്രതിഫലം നൽകുന്ന പദ്ധതി. റിവാർഡ് സ്കീം ഫോർ, എന്തിനാണ് പ്രതിഫലം നൽകുന്നത്? റിവാർഡ് സ്കീം ഫോർ ടിപ്പ് ഓഫ്, രഹസ്യ സൂചന അല്ലെങ്കിൽ ഒറ്റി കൊടുക്കുന്ന കാത്തുണ്ട്. ടിപ്പ് ഓഫ് ചെയ്യുന്നതിന് പ്രതിഫലം കൊടുക്കുന്ന പദ്ധതി ഓൺ വേസ്റ്റ് ഡംപിങ്. എന്തുമായി ബന്ധപ്പെട്ടാണ്? വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഇടുന്നത്, വേസ്റ്റ് ഡംപ് ചെയ്യുന്നത്. അതിനുവേണ്ടി റിവാർഡ് സ്കീം ഇവോക്സ് എന്തൂസിയാസ്റ്റിക് റെസ്പോൺസ്, വളരെ ആവേശകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ടിപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യ സൂചന നൽകുക അല്ലെങ്കിൽ രഹസ്യ വിവരം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ നോക്കിയേ, ഹാൻഡ് ചോപ്പിംഗ് കേസ്. ഹാൻഡ് ചോപ്പിംഗ് കേസ് എന്ന് പറഞ്ഞാൽ കൈവെട്ട് കേസ് അല്ലെ. കേരളത്തിൽ മുമ്പുണ്ടായിട്ടുള്ള സംഭവമാണല്ലോ, ഒരു അധ്യാപകന്റെ കൈവെട്ടിയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണെന്ന് തോന്നുന്നു. NIA അനൗൺസേഴ്സ്, ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അനൗൺസ് ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ് 10 lakh റിവാർഡ്, 10 ലക്ഷം രൂപ റിവാർഡായിട്ട് പ്രതിഫലമായിട്ട്. എന്തിന്? ഫോർ ടിപ്പ് ഓഫ് ഓൺ പ്രൈം അക്യൂസ്ഡ് സവദ്. അതില് മുഖ്യ കുറ്റ ആരോപിതനായിട്ടുള്ള സവദ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് രഹസ്യ സൂചന നൽകുകയാണെങ്കിൽ NIA 10 ലക്ഷം രൂപ റിവാർഡായിട്ട് പ്രതിഫലമായിട്ട് കൊടുക്കും. അടുത്തത് 15-year-old മിസ്സിംഗ് കേസ് റീഓപ്പൺഡ്. 15 വയസ്സുള്ള ഒരു മിസ്സിംഗ് കേസ്, ഓക്കെ, അതായത് ആളെ കാണാതെയാവുന്ന കേസ്. ഓക്കെ, ആ കേസിൽ 15 വയസ്സുള്ള കുട്ടിയുടെ 15 വർഷം പഴക്കമുള്ള 15-year-old മിസ്സിംഗ് കേസ്, 15 വർഷം പഴക്കമുള്ള തിരോധാന കേസ്, അതായത് മിസ്സിംഗ് കേസ് റീഓപ്പൺഡ്, വീണ്ടും ഓപ്പൺ ചെയ്തു. എവിടെ? കേരളത്തില് ആഫ്റ്റർ അനോണിമസ് ടിപ്പ് ഓഫ്, അതായത് പേരറിയാത്ത ഒരാളുടെ രഹസ്യ സൂചനയുടെ ഭാഗമായിട്ട് 15 വർഷം പഴക്കമുള്ള കേസ് റീഓപ്പൺ ചെയ്തു. പോലീസ് ലോഞ്ച് മർഡർ ഇൻവെസ്റ്റിഗേഷൻ. പോലീസ് കൊലപാതക അന്വേഷണം ആരംഭിച്ചു, ലോഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ടിപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യ സൂചന. നെക്സ്റ്റ് ഫ്രേസിലേക്ക് പോവാം. 33 ആണ്, അതായത് 33 ഫ്രേസുകൾ ഇതിനകം കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ലെസൺസ് എല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണുക. ഫോർ ലാക്സ് ഇൻ ബംഗളൂരുസ് പുവർ നെയ്ബർഹുഡ്സ്. ഫോർ ലാക്സ് ഇൻ ബംഗളൂരുസ് പുവർ നെയ്ബർഹുഡ്സ് ക്ലീൻ വാട്ടർ റിമെയിൻസ് പൈപ്പ് ഡ്രീം. ഇതാണ് നമ്മുടെ അടുത്ത ഫ്രേസ്. നിങ്ങൾക്ക് സ്വന്തം ഇത് വായിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കി. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഇംഗ്ലീഷ് മാസ്റ്ററി ഉള്ള ഒരാളാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഇതൊരു പത്രത്തിൽ വരുന്ന വാർത്ത, ഇത് നമുക്ക് സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവേണ്ട വാർത്തയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. 4 lakhs, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ, ഇവിടെ ലാക്ക് എന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. 4 lakhs ലക്ഷക്കണക്കിന് ആൾക്കാരെ സംബന്ധിച്ച് ആൾക്കാർക്ക് എവിടെയാ? ഇൻ ബംഗളൂരുസ്, ബാംഗ്ലൂരിലെ പുവർ നെയ്ബർഹുഡ്സ്. നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ, പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ആ നെയ്ബർഹുഡ്സ് എന്ന് പറയുമ്പോൾ കുറെ വീടുകൾ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അയൽപക്കം എന്നൊക്കെയാണ് നെയ്ബർ എന്ന് പറഞ്ഞാൽ അർത്ഥം. നെയ്ബർഹുഡ്സ് എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ കൂടിച്ചേരുന്ന ഒരു ഏരിയയാണ് നെയ്ബർഹുഡ് എന്ന് പറയാം. അപ്പോൾ അല്ലെങ്കിൽ ആ പ്രദേശം, പ്രദേശം.
പുവർ നെയ്ബർഹുഡ്സ്, പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ആ ബാംഗ്ലൂരിലെ ആ പ്രദേശത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ക്ലീൻ വാട്ടർ റിമെയിൻസ് പൈപ്പ് ഡ്രീം. ക്ലീൻ വാട്ടർ, ശുദ്ധജലം എന്ന് പറയുന്നത് ഒരു പൈപ്പ് ഡ്രീമാണ്. അതായത് ഒരു നടക്കാത്ത കാര്യമാണ്, ഒരു എന്താ പറയുക, നടക്കാത്ത സ്വപ്നമാണ്. നടക്കാത്ത സ്വപ്നത്തെയാണ് നമ്മൾ പൈപ്പ് ഡ്രീം എന്ന് പറയാം. പൈപ്പ് ഡ്രീം മീൻസ് ദിവാസ്വപ്നം എന്ന മലയാള പദത്തിന് തുല്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത സ്വപ്നം, പൈപ്പ് ഡ്രീം. ഓക്കെ, പൈപ്പ് ഡ്രീം. അപ്പൊ നമുക്ക് നോക്കാം. ജൽ ജീവൻ, എ പൈപ്പ് ഡ്രീം ഫോർ UP വില്ലേജ്. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങൾക്ക് ജൽ ജീവൻ എന്ന് പറയുന്ന പദ്ധതി അതൊരു പൈപ്പ് ഡ്രീം ആണ്, നടക്കാത്ത സ്വപ്നമാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ മിസ്മാച്ച്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പറയാ, ഡിമാൻഡ് അത് ആവശ്യക്കാരും, അതുപോലെ സപ്ലൈ ഈ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു മിസ്മാച്ച് ഉണ്ട്. എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇൻ പ്രൈം മിനിസ്റ്റർ മോദിസ് പ്രൈസ്ഡ് സ്കീം. പ്രൈം മിനിസ്റ്റർ മോദിയുടെ, പ്രധാനമന്ത്രി മോദിയുടെ ഒരു പ്രൈസ്ഡ് സ്കീം, അതായത് പ്രൈസ്ഡ് മീൻസ് മുഖ്യ, ഓക്കെ, പദ്ധതി, ഒരു പ്രധാനപ്പെട്ട പദ്ധതി ആണ്, ഒരു പ്രൈസ്ഡ് സ്കീമാണ്. അതിനകത്ത് ചില മിസ്മാച്ച് ഉണ്ട്, ഡിമാൻഡും സപ്ലൈയും തമ്മിൽ. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത പറയുന്നത്. അതുകൊണ്ട് തന്നെ ജൽ ജീവൻ പദ്ധതി എന്ന് പറയുന്നത് പൈപ്പ് ഡ്രീം ആണ് ആർക്ക്? UPയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. 400 ഈസ് എ പൈപ്പ് ഡ്രീം ഫോർ BJP. ശശി തരൂർ. ഇത് ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണെന്ന് തോന്നുന്നു. ദ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള. തരൂർ പറയാണ് BJPയെ സംബന്ധിച്ച് 400 എന്ന് പറയുന്നത് ഒരു പൈപ്പ് ഡ്രീമാണ്. ദാറ്റ് മീൻസ് ലോക്സഭയിൽ 400 സീറ്റുകൾ ജയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൈപ്പ് ഡ്രീം. അതൊരു യാഥാർത്ഥ്യമാകാത്ത സ്വപ്നമാണ്, ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ പൈപ്പ് ഡ്രീം മറക്കരുത്. ഇനി പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ശൈലി കൂടിയുണ്ട്, ഇൻ പൈപ്പ് ലൈൻ. കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കോമൺ കോൺവെർസേഷനൊക്കെ യൂസ് ചെയ്ത പ്രയോഗമാണ്. കേരള ഫ്ലഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഫോർ റിവർ ബേസിൻസ് ഇൻ പൈപ്പ് ലൈൻ. ഓക്കെ, കേരളത്തില് ഫ്ലഡ് മോണിറ്ററിംഗ്, അതായത് ഫ്ലഡ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളപ്പൊക്ക നിരീക്ഷണം സിസ്റ്റം, വെള്ളപ്പൊക്ക നിരീക്ഷണ അല്ലെങ്കിൽ പ്രളയ നിരീക്ഷണ സംവിധാനം ഫോർ റിവർ ബേസിൻസ്, നദീതടത്തിൽ. അതെന്താണ്? ഇൻ പൈപ്പ് ലൈൻ, പുരോഗതിയിലാണ്. ഇൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ പുരോഗതിയിൽ. ഓക്കെ, ആ ഒരു പ്രോസസ് ഇൻ പ്രോഗ്രസിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻ പൈപ്പ് ലൈൻ മീൻസ് ഇൻ പ്രോഗ്രസ്, ദാറ്റ് മീൻസ് പുരോഗതിയിൽ. ലാർജ് സ്കെയിൽ അഗ്രികൾച്ചർ റിഫോംസ്, വലിയ രീതിയിലുള്ള കാർഷിക വികസന റിഫോംസ്, നവീകരണം. ഇൻ ദ പൈപ്പ് ലൈൻ, പുരോഗതിയിലാണ്, ഇൻ പ്രോഗ്രസിലാണ്. ഓക്കെ, ഇവിടെ ഈ ആർട്ടിക്കിൾ യൂസ് ചെയ്യാതിരിക്കുക. ഇൻ പൈപ്പ് ലൈൻ, ഇൻ ദ പൈപ്പ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് പരിംപോര ഷെൽത്തൻ ഫ്ലൈ ഓവർ. ഇത് ജമ്മു കാശ്മീരിൽ ശ്രീനഗറോട് അടുത്തുള്ള 2 സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരം അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന, കാശ്മീരൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. മുമ്പ് പഞ്ചാബിലെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് താഴെ കമൻറ്റ് ചെയ്ത്, ആ നാട്ടിലുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇത് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ അറിയായിരിക്കും. പരിംപോര ഷാൽത്തൻ എന്ന് പറയുന്ന ഒരു ഫ്ലൈ ഓവർ. ഓക്കെ, കൺസ്ട്രക്ഷൻസ് ഇൻ പൈപ്പ് ലൈൻ, അത് പൈപ്പ് ലൈനിലാണ്, പുരോഗതിയിലാണ്. ടു ഈസ് ട്രാഫിക് മെസ്, അതായത് ട്രാഫിക് മെസ്, ഈ ട്രാഫിക് ഗതാഗതത്തിലുള്ള മെസ് അല്ലെങ്കിൽ അലങ്കോലം അല്ലെങ്കിൽ സ്തംഭനം. നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ബോട്ടിൽ നെക്ക്, അതിന് ഈക്വലാണ് മെസ്. ട്രാഫിക് മെസ് മീൻസ് ട്രാഫിക് ബോട്ടിൽ നെക്ക്. ഓക്കെ, ആ ഒരു ഗതാഗത സ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷൻ പൈപ്പ് ലൈനിലാണ്, പുരോഗതിയിലാണ്. മുമ്പോട്ട് പോകാൻ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഫ്രേസ് എന്ന് പറയുന്നത് CPIM റൂൾസ് ഔട്ട്. റൂൾ ഔട്ട് എന്ന് പറയുന്ന ഫ്രേസാണ്. ഇതൊരു ഫ്രേസൽ വെർബ് കൂടിയാണ്. പാർട്ടി ഇൻക്വയറി അഗൈൻസ്റ്റ് CM's പൊളിറ്റിക്കൽ സെക്രട്ടറി, അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം, അയാൾക്കെതിരെയുള്ള അന്വേഷണം CPIM എന്ത് ചെയ്തു? റൂൾ ഔട്ട് ചെയ്തു. റൂൾ ഔട്ട് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക. ഓക്കെ, അനുമതി നിഷേധിക്കുക, അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു അന്വേഷണത്തിനുള്ള അനുമതി നിഷേധിച്ചു. അപ്പൊ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് തള്ളിക്കളയുക, നിരസിക്കുക എന്ന അർത്ഥത്തിലാണ് റൂൾ ഔട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. എന്നാൽ അനുമതി നിഷേധിക്കുക എന്ന അർത്ഥത്തിൽ. അപ്പൊ CPIM എന്ത് ചെയ്തു? അതിന് ഉള്ള അന്വേഷണത്തിലുള്ള അനുമതി നിഷേധിച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ട്രംപ് refuses to
ടു റൂൾ ഔട്ട്. ട്രംപ് വിസമ്മതിച്ചു എന്തിന്? റൂൾ ഔട്ട് ചെയ്യാൻ, തള്ളിക്കളയാൻ. എന്ത് തള്ളിക്കളയാൻ? യൂസ് ഓഫ് മിലിറ്ററി ഫോഴ്സ്, സൈന്യത്തിന്റെ ഉപയോഗം, സൈന്യത്തെ ഉപയോഗപ്പെടുത്തിയത് എന്തിന്? ടേക്ക് കൺട്രോൾ ഓഫ് ഗ്രീൻലാൻഡ് ആൻഡ് പനാമ കനാൽ. പനാമ കനാലിലും അതുപോലെ ഗ്രീൻലാൻഡിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി സൈന്യത്തിനെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തെ തള്ളിക്കളയാൻ അദ്ദേഹം റെഫ്യൂസ് ചെയ്തു. അദ്ദേഹം താല്പര്യപ്പെട്ട് വിസമ്മതിച്ചു. TDP റൂൾസ് ഔട്ട്. TDP തള്ളിക്കളയുന്നു, നിഷേധിക്കുന്നു, നിരസിക്കുന്നു. എന്ത്? സപ്പോർട്ട് ടു ഇന്ത്യ ബ്ലോക്ക്. ഇന്ത്യ ബ്ലോക്കിനോടുള്ള സപ്പോർട്ട് TDP എന്ത് ചെയ്യുന്നു? തള്ളിക്കളഞ്ഞു. സേസ് വിൽ സ്റ്റിക്ക് വിത്ത് NDA. NDA എന്ന് പറയുന്ന മുന്നണിയുമായിട്ട് ഉറച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ്. അതിനകത്ത് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് റൂൾ ഔട്ട്. നിരസിക്കുക, തള്ളിക്കളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള അനുമതി നിഷേധിക്കുക. ഇനി കൂടുതൽ ഫ്രേസസുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ, ഈ ഒരു സീരീസ് തീർക്കാൻ സാധിക്കും. അതുപോലെ ഈ സീരീസ് മുഴുവനായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു PDF ഒക്കെ തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു PDF രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് രൂപത്തിലോ തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സ് ജോയിൻ ചെയ്യുന്നവർക്ക് ഇതൊക്കെ പ്രിന്റഡ് നോട്ടായിട്ട് കോഴ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതിൽ ഈ പറഞ്ഞ 100 മാത്രമല്ല, ഏകദേശം വൊക്കാബുലറി ഫ്രേസും എല്ലാം കൂടെ 2000+ വേർഡ്സ് നിങ്ങൾ പഠിക്കും. ഓക്കെ, എനിവേ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. Wish you all the best. Have a great day. Thank you.